ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ക്യാൻസർ നിങ്ങളുടെ എന്താണ് ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്, ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അതല്ലാണ്ട് എൻഡിൽ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഔട്ട്കം അതും നമ്മൾ നോക്കും. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഞാൻ എപ്പോഴും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് നോട്ടിഫൈ ചെയ്യും. നിങ്ങൾ ഏതും വീഡിയോ മിസ് ഔട്ട് ചെയ്യില്ല. അപ്പോൾ ക്യാൻസർ ഇവിടെ പേജ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. മേ ബി നിങ്ങളൊരു ഫയർ സൈൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഇതൊരു യങ്കർ ഫയർ സൈൻ്റെ എനർജിയാണ്. അപ്പോൾ മേ ബി പേഴ്സൺ നിങ്ങളെക്കാട്ടിലും ഏജ് വൈസ് ചെറുതായിരിക്കാം. അതല്ല വെച്ചാൽ ഇവരുടെ ബിഹേവിയർ ഒരു കുട്ടിയുടെ മാതിരിയാണ്, ചെറിയ കുട്ടിയുടെ മാതിരി, ഒരു കുറച്ച് ഇമ്മെച്ചോറിറ്റി ഉണ്ട്. ഈ പേഴ്സൻ്റെ എനർജി പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ് അവർക്ക് വേണ്ടത്. പക്ഷേ അഗൈൻ ഒരു പേജിൻ്റെ എനർജി ആകുമ്പോൾ അത്ര ഒരു മെച്ചോറിറ്റി ഇല്ല. ഇവിടെ എന്താണ് ഈ പേജ് ഓഫ് വോൺസ്? ഇതൊരു പുതിയ ബിഗിനിങ് ആവാം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. മേ ബി നിങ്ങൾ പുതിയതായിട്ടായിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഡെത്ത്, ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ റീസെൻ്റ്ലി എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും. സ്കോർപ്പിയോ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ചിലപ്പോൾ വർക്കിൻ്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക, അൺഎക്സ്പെക്റ്റഡ്ലി ആയിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, ഹാങ്ഡ് മാൻ, പൈസീസ് എനർജി. ഇവർ നിങ്ങളുടെ ഡിറക്ഷനിൽ ഒരു ഓഫർ കൊണ്ടുവരുന്നുണ്ട് ആൻഡ് കുറേ ഫീലിങ്സ് ഉണ്ട് ഈ പേഴ്സൻ്റെ. പറഞ്ഞാൽ അവരുടെ മനസ്സിൽ കുറേ ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അവർ കുറെ പേഷ്യൻ്റ്ലി ഈ റിലേഷൻഷിപ്പിനെ അവർക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ട്. അവർക്ക് ഒരു ഇമ്പൾസീവായിട്ട് ആക്ഷൻ എടുക്കണം എന്നില്ല. ഞാനിവിടെ നിങ്ങളുടെ എനർജി വേൾഡ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ റീസെൻ്റ്ലി. മേ ബി ഓറേൽസ് ഇതിൻ്റെ കുറച്ച് മാസം മുമ്പേ ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് റീസെൻ്റ്ലി. ഈ വേൾഡ് എന്താണ്? ഒരു ടോറസിന്റെ കൂടെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുക. ഈ പേഴ്സൺ മേ ബി നിങ്ങളുടെ എക്സ് ആയിരിക്കാം, ഒരു പാർട്ട്ണർ, ഹസ്ബൻഡ്, വൈഫ് ആയിരിക്കാം. അപ്പോൾ എന്തോ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ജോലിയിലും ഒരു ചേഞ്ച് ആയിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ്? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. മേ ബി നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലീനെ വിട്ടിട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും റീസെൻ്റ്ലി. ഓറേൽസ് ഞാൻ പറഞ്ഞ മാതിരി ഒരു മാരേജിന് നിങ്ങൾ പുറത്ത് വന്നു ആൻഡ് ഒരു പുതിയ സ്റ്റാർട്ടാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൻ്റെ എനർജി ഹൈറോഫാണ്ട് ആണ്, ടോറസ് എനർജി. ഈ ടോറസ് ഹൈറോഫാണ്ട് എനർജി എന്താണ്? വീൽ ഓഫ് ഫോർച്യൂൺ. ഈ പേഴ്സൻ്റെയും ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ആണ് നടക്കുന്നത് ഈ സമയത്ത്. അവർ ഇതിൻ്റെ മുമ്പേ മാരേജിന് വേണ്ടിയിട്ട് റെഡി ആയിരുന്നില്ല വെച്ചാൽ ഇപ്പോൾ അവർ റെഡിയാണ്. ഇവിടെ കുറേ അട്രാക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവർ ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ. ബട്ട് ഈ പേഴ്സൺ നിങ്ങളെ ഒരു ഫ്യൂച്ചർ പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. അതല്ല വെച്ചാൽ മേ ബി ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, അവരുടെ കുട്ടികൾ ഉണ്ടാവാൻ വഴിയുണ്ട്. മേ ബി അവരുടെ ലൈഫിൽ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി 4 ഓഫ് കപ്സ് ആണ്.
നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ അത്ര ഇൻട്രസ്റ്റ് കാണുന്നില്ല. ഈ പേഴ്സൺ മേ ബി മുമ്പേയും നിങ്ങൾക്ക് ഒരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ കുറച്ചൊരു ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ റീസെൻ്റ്ലി ഒരു സെപ്പറേഷൻ ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ, ഓരൽസ് ഒരു ഡിവോഴ്സ് ഉണ്ടായി. അപ്പോൾ നിങ്ങൾ അത്ര ഒരു സീരിയസ് റിലേഷൻഷിപ്പെ നിങ്ങൾക്ക് അതിലെ ഇൻട്രസ്റ്റ് ഉള്ളൂ. ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ഓൾറെഡി ഒരു മാരിഡ് പേഴ്സൺ ആണ് വെച്ചാൽ അങ്ങനത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഏസ് ഓഫ് കപ്സ് ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? ഇയാള് പറഞ്ഞാൽ ഇയാൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ കമ്മിറ്റ്മെന്റ് ഇല്ല. അങ്ങനത്തെ റിലേഷൻഷിപ്പ് മേ ബി നിങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ എൻറ്റർ ചെയ്യാൻ. 10 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ സൈഡിലാണ്. അപ്പോൾ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നോക്കണത്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സ്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് മെസ്സേജ് ആയിരിക്കാം, അൺഎക്സ്പെക്റ്റഡ് പേഴ്സൺ ആയിരിക്കാം. ഈ പേഴ്സൺ നിങ്ങൾക്ക് ഓഫർ ചെയ്യണത് കുറച്ചുകൂടിയും ഒരു സീരിയസ് ഓഫറാണ്. ആൻഡ് നിങ്ങൾക്ക് 2 ചോയ്സസ് ഉണ്ടാവും ലവില്. 6 ഓഫ് വോൺസ് ഈ പേഴ്സൻ്റെ എനർജി, 4 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ഡയറക്ഷനിൽ വരുന്നുണ്ട്. അവർക്ക് നിങ്ങൾക്കൊരു ലോങ് ടേം ഈ പേഴ്സൺ ആക്ച്വലി അവർ മുമ്പേ അത്ര സീരിയസ് ആയിരുന്നില്ല. അവർ നിങ്ങൾക്കൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിരുന്നു ഓഫർ ചെയ്യേണ്ടതന്നെ. പക്ഷെ നിങ്ങൾ അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ ഈ പേഴ്സൺ കുറച്ച് ഇൻസെക്യൂർ ആയി. ഇപ്പോൾ അവർ നിങ്ങൾക്ക് ഓഫർ ചെയ്യണത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവരുടെ എന്തായിരിക്കും ഫ്യൂച്ചർ ആക്ഷൻ? നിങ്ങളുടെ ഡിറക്ഷനിൽ എന്ത് ഓഫറാണ് അവർ കൊണ്ടുവരാൻ പോണേ? മജിഷ്യൻ. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഈ സമയത്ത്. ആൻഡ് ഫ്യൂച്ചറിലും അവർക്ക് ഈ റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്, പക്ഷെ അത്ര അവരുടെ സൈഡിന് ആക്ഷൻ ഞാൻ കാണുന്നില്ല. വെർഗോ എനർജി, ഹെർമിറ്റ്, അവർ കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിലാണ്. എന്തായിരിക്കും ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം? ഇവിടെ ഔട്ട്കം പോസിറ്റീവ് ആണ്, 10 ഓഫ് കപ്സ്. അപ്പോൾ ഈ ഫയർ സൈൻ മേ ബി അവർ നിങ്ങളെ കുറച്ച് സീരിയസ് ആവാൻ പോകുന്നുണ്ട്, പക്ഷെ ഇതൊരു ടോക്സിക് തന്നെയാണ് റിലേഷൻഷിപ്പ്. അപ്പോൾ അത് എന്ന് വെച്ചാൽ അവരുടെ പാർട്ട്ണറിന് അവരെ വിടൂല്ല. അവർ അത് വെച്ചിട്ടാണ് ആ റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരണത്. അപ്പോൾ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, പക്ഷെ ഇതൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. നിങ്ങൾക്കും ഈ പേഴ്സൺ ഇഷ്ടമാണ്. എംപറർ, ഏരീസ് എനർജി. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ ഇവിടെ കമ്മിറ്റ്മെന്റ് ഇല്ല ഫ്യൂച്ചറിലും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പോവാൻ പോണത്. ഇല്ലച്ചാ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഓഫർ ചെയ്യാൻ പോണത് ഈ പേഴ്സൺ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ക്യാൻസർ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ഏരീസ് ഉണ്ട്, വെർഗോ ഉണ്ട്, ജെമിനായി ഉണ്ട്, സ്കോർപ്പിയോ, പൈസീസ്, ഫയർ സൈൻ ഉണ്ട് കുറേ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഏതും സൈൻ ആവാം. സൈൻസ് അല്ല ഇമ്പോർട്ടൻറ്റ്, ഇവിടെ മെസ്സേജാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ മെസ്സേജ് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഒരു ക്ലാരിറ്റി വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യുക. അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ഫോക്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ഞാൻ അവിടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യും, മെസ്സേജ് ചെയ്യും. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് എങ്ങനെ നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു എന്ന് പറയുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.